യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനം കേൾക്കുവാൻ ഒരിക്കൽ കൂടി ഒരു ഭാഗ്യാവസരം നമുക്ക് ലഭിച്ചു. അനേകർ അവഗണിക്കുന്നതായ ദൈവത്തിൻ്റെ വചനം, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുകയില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനം, ഓടി നടക്കുന്ന കാലത്ത് മനുഷ്യനത്രയല്ലേ വിലമതിക്കാത്തതായ ദൈവത്തിൻ്റെ വചനം. എന്നാൽ ഒരിക്കലും ഈ വചനമെല്ലാം മനുഷ്യന് ഒഴിവാക്കാൻ മേലാത്തതും ആകെ ആശ്വാസം തരുന്നതുമായി തീരുമെന്ന് മനുഷ്യനവൻ്റെ ആരോഗ്യമുള്ള കാലത്ത് അവൻ ഓർക്കുന്നില്ല. വേദപുസ്തകം കത്തിക്കുക പോലും ചെയ്തതായ ഭക്തന്മാരായ രാജാക്കന്മാരുണ്ടായിരുന്നു. അവരും ദൈവത്തെ വിളിക്കുന്നവരും ദേവാലയം ഉണ്ടാക്കുന്നവരുമൊക്കെയായിരുന്നു. പക്ഷേ അവർ ദൈവത്തിൻ്റെ വചനം കത്തിച്ചു കളഞ്ഞു. കാരണം അവർ കത്തിക്കാനുള്ളതായ കാരണം മറ്റൊന്നുമല്ല, അവരുടെ ജീവിതത്തിൽ തിരുത്താനുണ്ട് എന്നുള്ളതായ ആ സത്യം. അവർക്ക് ജീവിതത്തിൽ പാപമുണ്ട് എന്ന് കേട്ടപ്പോൾ അതറിയാനിടവന്നത് ദൈവത്തിൻ്റെ വചനം വായിച്ചതുകൊണ്ടാണ്. അവരുടെ പോക്ക് ശരിയല്ല, ജീവിതത്തിൻ്റെ ഗതി ശരിയല്ല എന്ന് മനസ്സിലാക്കിയത് വചനം കേട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് ആ വചനം എഴുതിയ വേദപുസ്തകം അവർ കത്തിച്ചു കളഞ്ഞു. ഇതെല്ലാം വേദപുസ്തകത്തിൽ തന്നെ ഉള്ളതാണ്. ആ വചനമാണ് കേൾക്കുവാൻ ദൈവം നമുക്കും അവസരം തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇന്ന് സാധാരണക്കാരായ ആളുകളും ധനവാന്മാർ പോലും ഒരുപോലെ ചിന്തിക്കുന്നതായ ഒരു മൂഢചിന്തയെന്ന് ഞാൻ മുന്നമേ പറഞ്ഞാൽ ഒരു ചിന്തയാണത്. എങ്ങനെയെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തിയെടുക്കാമെന്ന്. ഒരു ഭക്തിയുടെ മാർഗമുള്ളവരാണ് അവർ. എങ്ങനെയെങ്കിലും കൊല ചെയ്തോ കൊലപാതകം നടത്തിയോ ഏതെങ്കിലും തരത്തിൽ അക്രമം നടത്തി കാര്യം നടത്താൻ ഉദ്ദേശമുള്ളവരല്ല അവർ. എല്ലാം ഭംഗിയായിട്ട് നടക്കണം, പക്ഷേ അവർ ഉദ്ദേശിച്ച പോലെ നടക്കണം. അത് ദൈവം അവർക്ക് നടത്തി കൊടുക്കണം. എന്ന് വെച്ചാൽ എങ്ങനെ അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ തയ്യാറാണ്. അതിനുവേണ്ടി വേണമെങ്കിൽ വലിയ സംഭാവന കൊടുക്കാൻ തയ്യാറാണ്. വലിയ ഈ പഞ്ചനക്ഷത്ര ദേവാലയങ്ങൾ, 5 സ്റ്റാർ ദേവാലയങ്ങൾ അതുണ്ടാക്കാനോ അതിനുവേണ്ടി സംഭാവന കൊടുക്കാൻ തയ്യാറാണ്. വഴിയോരങ്ങളിൽ കുരിശിടികൾ ഉണ്ടാക്കാൻ തയ്യാറാണ്. വലിയ പണം മുടക്കി റാസ നടത്താൻ തയ്യാറാണ്. നല്ല ശബ്ദ കോലാഹലത്തോടുകൂടെ കൺവെൻഷനുകൾ നടത്താൻ തയ്യാറാണ്. എല്ലാറ്റിൻ്റെയും ഉള്ളിലുള്ളതായ രഹസ്യം ഇത്രയേ ഉള്ളൂ: എങ്ങനെയും ദൈവത്തെ പ്രസാദിപ്പിക്കണം, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കണം. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? എങ്ങനെയെങ്കിലും മറ്റുള്ളവർക്ക് ദോഷം വരണം, എനിക്ക് ഗുണം വരണം. എന്ന് വെച്ചാൽ ശത്രു സംഹാരം. എൻ്റെ ശത്രുവ് നശിക്കണം, ഞാൻ മാത്രം ദോഷം കൂടാതെ നന്നായി വരണം. രണ്ടാമത്, എങ്ങനെയായാലും ഞാൻ കള്ളക്കേസിലൊക്കെ പെട്ടിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. കള്ളക്കേസിൽ, അഴിമതി കേസിലൊക്കെ ഞാൻ പെട്ടിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണം. അതിന് എങ്ങനെയും ദൈവത്തെ പ്രസാദിപ്പിക്കുക. അങ്ങനെ ദൈവം എന്നിൽ പ്രസാദിച്ചാൽ ദൈവം എൻ്റെ ഈ കാര്യങ്ങളൊക്കെ നടത്തിത്തരും. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ വേറെ പലർക്കും ദോഷം വരും, എനിക്ക് ദോഷമൊന്നും വരികയില്ല. അതുപോലെ തന്നെ എൻ്റെ കൗശലവും എൻ്റെ വ്യാജവും എല്ലാം ശരിയായി വരും. എല്ലാം ദൈവം അനുഗ്രഹിച്ച എല്ലാം ഭംഗിയായി എന്ന് പിന്നീട് പറയാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നതായ മനുഷ്യരുണ്ട്. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വഴി എന്താണെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും? നമുക്കത് വായിച്ചു കേൾക്കാം. കർത്താവ് തന്നെ, യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 28-29 വാക്യം വായിക്കാം. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രയെന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. യേശു വളരെ വ്യക്തമായിട്ട്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഉള്ള സത്യം അങ്ങ് പറഞ്ഞു. ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യണ്ട, ഒരു പെരുന്നാൾ വെച്ച് കഴിക്കണ്ട, ഒരു പെരുന്നാളം നടത്തണ്ട, ഒരു പള്ളി പണിയാനും പോകണ്ട. പ്രിയപ്പെട്ടവരെ, വലിയ പണം മുടക്കി ഒരു കൺവെൻഷൻ നടത്താനും പോകണ്ട, വേറെ യാതൊന്നും ചെയ്യാൻ പോകണ്ട. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത്? അത് വിശ്വാസത്തിലൂടെ സാധിക്കുകയുള്ളൂ. ആരെയാണ് വിശ്വസിക്കേണ്ടത്? അവൻ അയച്ചവനെ വിശ്വസിക്കണം. എന്ന് വെച്ചാൽ പിതാവാ ദൈവം
ഈ ലോകത്തിലേക്ക് രക്ഷകനും രക്ഷിതാവും പാപത്തിന് പരിഹാരം വരുത്താനും പുനരുത്ഥാനവും ജീവനുമായിട്ട് അയച്ചതായ ഒരു രക്ഷകനുണ്ട്, ഒരു യേശുവുണ്ട്. അവനെ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യേശു ആരാണെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഐ ആം സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയും വേദപുസ്തകത്തിൽ. ഞാൻ ആരാണ് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാതിലാകുന്നു, ഞാൻ വഴിയാകുന്നു, ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ ആടുകളുടെ ഇടയനാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ദൈവമക്കളെ, ഇതെല്ലാം സത്യമായ പ്രസ്താവനകൾ തന്നെയാണ്. ഞാൻ വാതിലാകുന്നു, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. ഞാൻ വാതിലാകുന്നു എന്ന് യേശു പറഞ്ഞത്. ഒരു ദേവാലയത്തിൻ്റെ സങ്കല്പിച്ചാൽ നമുക്കത് മനസ്സിലാവില്ല. ദേവാലയത്തിന് എന്തുമാത്രം വാതിലാ? ഞാൻ വാതിലാകുന്നു എന്ന് യേശു പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു പ്രസക്തിയില്ല. ഇപ്പം നമ്മുടെ വീടിന് തന്നെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഏറ്റവും ചുരുങ്ങിയത് 2 വാതിലെങ്കിലും കാണും. ഞാൻ വാതിലാകുന്നു എന്ന് യേശു പറഞ്ഞാൽ ദൈവമക്കളെ അതിനും ഒരു പ്രസക്തി വരികയില്ല. പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു രോഗിയുടെ കാര്യം ചിന്തിച്ച് നോക്കൂ. അവനൊരു റൂമിൽ കിടക്കുന്ന ഒരു രോഗി ആശുപത്രിയിലെ റൂമിൽ കിടക്കുന്നു. ആ റൂമിനൊരു വാതിലുണ്ട്. ആ വാതിൽ വഴിയാണ് അവനെ ചികിത്സിക്കാനുള്ള ഡോക്ടർ വരുന്നത്. ആ വാതിൽ വഴിയാണ് അവനെ പരിചരിക്കാനുള്ളതായ നേഴ്സ് വരുന്നത്. ആ വാതിൽ വഴിയാണ് അവൻ്റെ പ്രിയപ്പെട്ടവർ അവനെ കാണുവാനും സന്ദർശിക്കുവാനും അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാം വരുന്നത്. ആ വാതിൽ വഴിയാണ്. ആ വാതിലിലേക്കാണ് അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വാതിൽ വഴി ആരാണ് ഇനി എന്നെ കാണാൻ വരുന്നത്, ആശ്വസിപ്പിക്കാൻ വരുന്നത്? ഇനി ഒരു ദിവസം രോഗം മാറിയാലും എനിക്ക് തിരിച്ചു പോകേണ്ടതും അതേ വാതിൽ വഴിയാണ്. ഇതാണ് കർത്താവായ യേശു പറഞ്ഞ ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം എന്നേക്ക് സൗഖ്യം കിട്ടുന്നത് ആ വാതിൽ കൂടെയാണ്. എനിക്ക് പരിചരണം കിട്ടുന്നത് ആ വാതിൽ കൂടെയാണ്. എനിക്ക് സമാധാനവും എനിക്ക് ഒത്താശയും എൻ്റെ ബലഹീനതയ്ക്ക് എന്നെ സഹായിക്കാൻ വരുന്നവരും ആ വാതിൽ വഴിയാണ് വരുന്നത്. ഇനി ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് മടങ്ങിപ്പോകുന്നതും അതേ വാതിൽ വഴിയാണ്. ഇതാണ് യേശു പറയുന്നത്, ഞാൻ വാതിലാകുന്നുവെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിതുപോലെ കർത്താവായ യേശുവാണ് എല്ലാം. യേശുവാണ് എൻ്റെ എല്ലാം. ഞാൻ ഈ ഭൂമിയിൽ ഞാൻ തിരിച്ചു പോകേണ്ടത് യേശുവാകുന്ന വാതിൽ വഴിയാണ്. അതാണ് ഇളകാത്ത രാജ്യത്തിലേക്ക് പോവുക എന്ന് പറയുന്നത്, ദൈവരാജ്യത്തിലേക്ക് പോവുക എന്ന് പറയുന്നത്. അവൻ വാതിലാണ്. ആ ക്രിസ്തുവിൽ കൂടെ മാത്രമേ എനിക്ക് സൗഖ്യമുള്ളൂ, എനിക്ക് സമാധാനമുള്ളൂ, എനിക്ക് ആശ്വാസമുള്ളൂ. എനിക്ക് എൻ്റെ കുടുംബത്തിലായാലും എൻ്റെ സ്നേഹബന്ധങ്ങളും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം വരുന്നത് ആ വാതിൽ കൂടെയാണ്. ആ വാതിൽ വഴിയാണ് എൻ്റെ എല്ലാ ബന്ധങ്ങളും. യേശുവിനെ കൂടാതെയുള്ള ഒരു ബന്ധവും എനിക്കില്ല. എനിക്ക് ആശ്വാസം കിട്ടുന്ന ബന്ധങ്ങളെല്ലാം ക്രിസ്തുവിനോടുകൂടെയാണ് എനിക്ക് ആശ്വാസം തരുന്നത്. ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയും ചെയ്യും. അതും യേശുവാകുന്ന വാതിൽ വഴിയാണ് ഞാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ളതായ ഒരു വിശ്വാസം, കർത്താവായ യേശുവിലുള്ളതായ ഒരു വിശ്വാസം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഒരു ഉറപ്പുള്ള വിശ്വാസം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കേന്ദ്രവും പ്രവാചകൻ പറയും, യെശയ്യാ പ്രവാചകൻ പറയും, 22-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. ഞാൻ ദാവീദ് ഗൃഹത്തിന് താക്കോൽ അവൻ്റെ തോളിൽ വയ്ക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറയ്ക്കും. അവൻ തൻ്റെ പിതൃഭവനത്തിന് മഹത്വമുള്ള ഒരു സിംഹാസനമായിരിക്കും. അവർ അവൻ്റെ മേൽ അവൻ്റെ പിതൃഭവനത്തിൻ്റെ സകല മഹത്വവും സന്തതിയെയും പ്രജയെയും കിണ്ണം മുതൽ തുരുത്തി വരെയുള്ള സകലവിധ ചെറുപാത്രങ്ങളെയും തൂക്കിയിടും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ ഞാൻ അവൻ്റെ മേൽ വയ്ക്കുന്നു. ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പ്രവാചകൻ പറയുകയാണ്, വരാൻ പോകുന്നതായ ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരിക്കുന്നതായ ഒരാണി 2000 കൊല്ലം മുമ്പ് ആ കാൽവരിയെ നാട്ടിയതായ ആ കുരിശ് എന്ന് പറയുന്നത് ലോകത്തിലെ സകലമാന പേർക്കും വേണ്ടി തറച്ചിരിക്കുന്നതായ ഒരാണിയാണ്. ഉറപ്പുള്ള സ്ഥലത്ത് തറച്ചിരിക്കുന്നതായ ഒരാണിയാണ്. ആ ആണിയിൽ എല്ലാം തൂക്കിയിടാം. ആ ആണിയിൽ കൂടെയാണ് എല്ലാ മഹത്വവും, പിതൃഭവനത്തിൻ്റെ മഹത്വം, നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഭാരങ്ങൾ, കിണ്ണം മുതൽ തുരുത്തി വരെ എന്നെല്ലാം പ്രവാചകൻ പ്രവചന ഭാഷയിൽ പറയുന്നത്
നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദൈനംദിന ഭാരങ്ങൾ, ദൈനംദിന ആകുലങ്ങൾ, കുടുംബജീവിതത്തിലുണ്ടാകുന്ന സ്വാരസ്യങ്ങൾ, ഭിന്നതകൾ, ഇതെല്ലാം ആര് ചുമക്കും? ആര് പരിഹാരം തരും? നമുക്ക് പരിഹരിക്കാനാവാത്തതായ അതിവേദനകൾ എല്ലാം തൂക്കിയിടാനൊരാണി, ദൈവത്തിന് സ്തോത്രം, എല്ലാം തൂക്കിയിടാനൊരാണി. കിണ്ണം മുതൽ തുരുത്തി വരെയെന്ന് പറഞ്ഞാൽ ആഹാരകാര്യങ്ങൾ, ആഹാരാദികാര്യങ്ങൾ ആര് നടത്തിത്തരും? വിശപ്പ് ആര് മാറ്റിത്തരും? വസ്ത്രം ആര് തരും? ഫീസ് ആര് തരും? സൗഖ്യം ആര് തരും? എല്ലാത്തിനും ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണി പോലെ ഞാൻ അവനെ തറച്ചിരിക്കുന്നു. എൻ്റെ ദൈവമക്കളെ, ഇതാണ് ഒരു ക്രിസ്തു വിശ്വാസിയുടെ ഭദ്രതയെന്ന് പറയുന്നത്. അവൻ എല്ലാത്തിനും ഒരാണിയുണ്ട്, ഉറപ്പുള്ള ഒരാണിയുണ്ട് അവിടെ. അവിടെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഭദ്രത എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ തുറന്നാലാരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാലാരും തുറക്കുകയില്ല. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. അബ്രഹാം പിതാവ് വലഞ്ഞുപോയ അഥവാ വേദനിച്ചതായ ഒരു ദിവസമായിരുന്നല്ലോ ഇസ്ഹാക്കിനെയും കൊണ്ട് മോറിയാമലയിലേക്ക് പോകുന്ന ആ ദിവസം. തൻ്റെ ഏകജാതനായ മകനെ യാഗം കഴിക്കാൻ ദൈവം അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ ഇസ്ഹാക്കിന് വിറക് ഇസ്ഹാക്ക് ചുമക്കുന്നു. അവനെ തന്നെ ബലി കഴിക്കാനുള്ള യാഗപീഠത്തിനുള്ള വിറക് ചുമന്നുകൊണ്ട് ഇസ്ഹാക്കും അബ്രഹാമും മോറിയാമലയിലേക്ക് കയറുമ്പോൾ ഇസ്ഹാക്ക് ഒരു ചോദ്യം ചോദിക്കുന്നു. അബ്രഹാം ഒരു മറുപടി പറയുന്നു. നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 8-ാം വാക്യം മാത്രം വായിച്ചാൽ മതി. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പാ തീയും വിറകുമുണ്ട്, ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് മകൻ ചോദിച്ചപ്പോൾ ആ അപ്പൻ്റെ ഹൃദയം തേങ്ങി. എന്താണൊരു മറുപടി കൊടുക്കേണ്ടത്? എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ, അബ്രഹാമിന് 100-ാമത്തെ വയസ്സിലാണ് ഇസ്ഹാക്കിനെ കിട്ടിയത്. ആ ഇസ്ഹാക്കിനെയാണ് ഇപ്പോൾ യാഗം കഴിക്കാനായിട്ട് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. പെട്ടെന്ന് അബ്രഹാമിന് തോന്നി, തൻ്റെ ജീവിതത്തിൻ്റെ ഭാവി ഇരുളടഞ്ഞു പോവുകയാണോ? ഭാവിയുടെ പ്രത്യാശയായിട്ടാണ് ഇസ്ഹാക്കിനെ അബ്രഹാം കണ്ടത്. ആ ഭാവി ഇരുളടയുകയാണോ? തൻ്റെ ഭാവി ഇല്ലാതായി പോവുകയാണോ എന്ന് ആ ഭക്തൻ്റെ ഒരു നിമിഷം തോന്നിക്കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പക്ഷേ ഒരുപക്ഷെ ആ ചിന്ത വന്നപ്പോഴായിരിക്കാം ഹൃദയത്തിലേക്ക് ദൈവം കഴിഞ്ഞ കാലങ്ങൾ ദൈവം എങ്ങനെ നടത്തി എന്ന് അബ്രഹാം ചിന്തിച്ചു. കഴിഞ്ഞ കാലങ്ങൾ ദൈവം എങ്ങനെ നടത്തി? അബ്രഹാമിന് മനസ്സിലായി, ദൈവം കരുതിക്കൊള്ളും മകനെ എന്ന്. ദൈവത്തിന് സ്തോത്രം. തിരുവചനം വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, അബ്രഹാം ഇസ്ഹാക്കിനോട് സംസാരിച്ചതായ ഏക വചനമാണിത്. അബ്രഹാം പിതാവ് തൻ്റെ മകനായ ഇസ്ഹാക്കിനോട് സംസാരിച്ചതായ ഏക വചനമാണിത്. ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. എത്ര ഭദ്രമായൊരു വചനം! ഒരു കൈത്തിരി എന്ന് പറയും. എന്നുവെച്ചാൽ അപ്പന്മാർ മക്കൾക്ക് തിരികത്തിച്ചു കൊടുക്കുന്ന പോലെ അബ്രഹാം എന്ന അപ്പൻ ഇസ്ഹാക്ക് എന്ന മകൻ്റെ കയ്യിൽ ഒരു തിരി കത്തിച്ചു കൊടുത്തു. എന്താണ് ആ തിരി? ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളുടെ കയ്യിൽ നിങ്ങൾ ദൈവവചനം ഒരു കത്തുന്ന തിരി പോലെ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ കയ്യിൽ ദൈവം ഒരു തിരി പോലെ ആ കൈ കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ദൈവവചനം കൊടുത്ത് നിങ്ങളുടെ മക്കളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ടോ? ഉറപ്പുള്ളവരാക്കിയിട്ടുണ്ടോ? ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ നേരിടുവാൻ ഈ വചനം മതി മകനെ. കൈത്തിരിയായ വചനം ദൈവം കരുതിക്കൊള്ളും. ആ വചനത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഇന്നും നിലനിൽക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇന്നും എത്രയോ ഭക്തന്മാർ ജീവിതത്തിൻ്റെ ആ ഭാവി നഷ്ടപ്പെടും, ആരോഗ്യം പോയി, പണം പോയി, എല്ലാം നഷ്ടപ്പെടുന്നു എന്നുള്ളതായ ആ സാഹചര്യത്തിൽ എത്രയോ ഭക്തന്മാർ ഈ വചനത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. ദൈവം കരുതിക്കൊള്ളും. എനിക്കും ഈ വചനം ഒരു കൈത്തിരി പോലെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കാറുണ്ട്. ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനം ഇരിക്കട്ടെ. തക്ക സമയത്ത് നിങ്ങൾക്ക് കൊടുക്കുവാൻ ഈ ഒരു വചനം ഉണ്ടായിരിക്കട്ടെ. ദൈവം കരുതിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിലെ വചനത്തെ രണ്ടായിട്ട് ഭക്തന്മാർ പറയാറുണ്ട്, ലോഗോസ് എന്നും റീമ എന്നും. നാം വായിക്കുന്ന വചനം, നാം വായിക്കുന്നതായ വചനം അത് ലോഗോസാണ്. ആ വചനം ലോഗോസാണ്. റീമ എന്ന് പറയുന്നത്
ദൈവം നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനമാണ് റീമ എന്ന് പറയുന്നത്. അന്ന് അബ്രാഹാമിന് ദൈവം കൊടുത്തതായ ഒരു റീമയായിരുന്നു ദൈവം കരുതിക്കൊള്ളുമെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ദൈവം കരുതുക തന്നെ ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ, മുറിയാമലയിലെ യാഗവും അവിടുന്ന് തിരിച്ചിറങ്ങി വന്നത് എങ്ങനെയെന്നെല്ലാം വേദപുസ്തകം സവിസ്തരം പറഞ്ഞു വരുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നാം എങ്ങനെയാണ് റീമ പ്രാപിക്കുന്നത്? ഈ തലമുറയിൽ ജീവിക്കുന്ന നാം നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ രോഗങ്ങളിൽ, നമ്മുടെ കഠിനഭാരങ്ങളിൽ, ചുമക്കാനാവാത്ത സമയത്ത്, സഹിക്കാനാവാത്ത വേദന വരുമ്പോൾ നമുക്കെങ്ങനെയാണ് വാഗ്ദത്ത വചനം കിട്ടുക? ഏതെങ്കിലും ദൈവമക്കൾ വന്ന് നമുക്കൊരു വാഗ്ദത്ത വചനം തരികയാണോ ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷേ ഒരു വിശ്വാസിക്ക് അത് വേണമെന്നില്ല. അവൻ്റെ വേദനയിൽ, അവൻ്റെ സങ്കടത്തിൽ, അവൻ്റെ ഭാരത്തിൽ ഹൃദയം തകർന്ന് അവൻ മുട്ടുമടക്കിയിരുന്നോ, അല്ലെങ്കിൽ അവൻ്റെ ആരോഗ്യമനുസരിച്ച് അവൻ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വചനത്തിലെ ഒരു നുറുങ്ങെങ്കിലും, ആ വചനത്തിലെ ഒരു നുറുങ്ങെങ്കിലും, ഒരു കഷ്ണം ചെറിയ അപ്പമെങ്കിലും ഒരു വാഗ്ദത്തം പോലെ റീമയായിട്ട് ദൈവം അവൻ്റെ ഹൃദയത്തിൽ കൊടുക്കും. റീമയായിട്ട് ദൈവം അവൻ്റെ ഹൃദയത്തിൽ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, രോഗത്തിൽ വലഞ്ഞ ഒരു സമയത്ത് ഒരു വാക്യം, ഈ രോഗം മരണത്തിനല്ല. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട് അങ്ങനെ, യോഹന്നാൻ സുവിശേഷത്തിൽ, ഈ രോഗം മരണത്തിനല്ല എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തിൽ റീമാതൊന്ന് നടത്തുന്ന ഒരു ദൈവം, അബ്രഹാം പിതാവിന് ദൈവം ഒരു റീമ കൊടുത്തു. അബ്രഹാം ആ വചനം മകനെ കേൾപ്പിച്ചു. ആ വചനത്തിൻ്റെ ബലത്തിൽ അബ്രഹാം പിന്നീട് ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ട് നാം കാണുന്നത്. ദൈവം കരുതിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച്, ആത്മീയ ഭാവിയെക്കുറിച്ച് നാം ഉറപ്പുള്ളവരായിരിക്കണം. നാം ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ പോകുന്നവരാണ്. ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണത്. കാരണം അക്കാലത്ത് യഹൂദന്മാർക്ക്, അക്കാലത്ത് യഹൂദ ജാതി അതായിരുന്നല്ലോ ദൈവത്തിൻ്റെ ജാതി എന്നറിയപ്പെടുന്നത്. ആ ജാതിക്ക് അവരുടെ ഭാവിയെക്കുറിച്ചുള്ളതായ സങ്കല്പം ആ ദേവാലയത്തോട് ബന്ധപ്പെട്ടൊരു സങ്കല്പമേ ഉള്ളൂ. അന്നത്തെ യെരൂശലേം ദേവാലയം, അവിടെ ലേവിയ ഗോത്രത്തിലെ പുരോഹിതന്മാർ ഈ യാഗം കഴിക്കുന്നു. അവരുടെ ആ ശുശ്രൂഷ അതുമായിട്ടുള്ളൊരു ബന്ധമെന്നുള്ളതല്ലാതെ മറ്റൊരു ഭാവിയെക്കുറിച്ചും അവർക്ക് യാതൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഒരു ക്രിസ്തുവിശ്വാസിക്ക് ഏതെങ്കിലും ഒരു ദേവാലയത്തോട് ബന്ധപ്പെട്ട ഒരു ഭാവിയല്ല, ഏതെങ്കിലും ഒരു ആത്മീയ പ്രസ്ഥാനത്തോട് ചേർന്നുള്ളതായ ഒരു ഭാവിയല്ല. അവർക്കെല്ലാം നമുക്ക് ഒരു ഭാവി എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതായ ആ ഭാവിയാണ്. വാസ്തവത്തിൽ അബ്രഹാമിന് ഒരു വചനമാണ് കിട്ടിയത്. അബ്രഹാമിനൊരു വചനം, ആ വചനം അബ്രഹാമിനെ നിലനിർത്തി. ആ മോറിയ മല കയറാനുള്ളതായ സകല ഊർജവും ആ വചനത്തിലുണ്ടായിരുന്നു. ഹൃദയത്തിലേക്ക് വരുന്ന സംശയവിചാരങ്ങളെ, ദുർവിചാരങ്ങളെ, നിരാശയുടെ ചിന്തകളെ, പിശാച് കൊണ്ടുവരുന്ന നിരാശകളെ, ആശങ്കകളെ, ആത്മാവിനെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് എല്ലാം പിശാച് കൊണ്ടുവരുന്ന ആകുല ചിന്തകളെ, അതിനോട് പൊരുതാൻ അരികിൽ എന്താണ് നമുക്കുള്ളത്? പിശാചിനോട് പൊരുതാൻ ആകെ നമുക്ക് ഒരായുധമേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ പിശാച് കൊണ്ടുവരുന്ന നിരാശയുണ്ട്, ആശങ്കകളുണ്ട്, ഭയപ്പാടുകളുണ്ട്, അപ്രതീക്ഷിതമായ നിരാശകളുണ്ട്, ആത്മഹത്യാ പ്രവണതകളുണ്ട്, എല്ലാവരും എന്നെ കൈവിട്ടു എന്നുള്ളതായ കടുത്ത നിരാശയുണ്ട്. ഇതിനെല്ലാം അതിജീവിക്കാനുള്ളതായ ഒരേ ഒരു വാളേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ വചനത്തിലൂടെ, ഭാഗ്യവാനായ അപ്പോസ്തലൻ വചനത്തിലൂടെ ശക്തിപ്പെട്ടത് നമുക്ക് വായിക്കാൻ സാധിക്കും. ഒരു ക്രിസ്തുവിശ്വാസിയുടെ ഭാവിയെക്കുറിച്ച് വേദപുസ്തകത്തിലൊരു വാക്യം നമുക്ക് സങ്കല്പിക്കാം. സദൃശവാക്യം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ശലോമോൻ ഇപ്രകാരം പറയുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ ഭാവിയെക്കുറിച്ച് ശലോമോൻ പറയുന്നൊരു വാക്ക് നമുക്ക് കേൾക്കാം. 4:18. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നട്ടുച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഭാവി പ്രഭാതത്തിലെ സൂര്യനെ പോലെയാണ്.
പ്രഭാതത്തിലെ സൂര്യൻ, ആ സൂര്യൻ എങ്ങനെ ഉദിച്ച് ആ പ്രകാശം വർദ്ധിച്ച് വന്ന് അത് തരുന്നതായ ചൂട് വർദ്ധിച്ച് വന്ന് അത് നട്ടുച്ചവരെ അതുപോലെ വർദ്ധിച്ചു വരും. അതാണ് ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. അത് പ്രഭാതത്തിൽ കാണുന്നു, അത് ശോഭിച്ചു വരുന്നു. രക്ഷ അനുഭവിക്കുന്ന ഒരു ദൈവവേദൽ, ഒരു ക്രിസ്തുവിശ്വാസിയുടെ ഭാവി ഉറപ്പുള്ളതാണ്, സൂര്യോദയം പോലെ ഉറപ്പുള്ളതാണ്. അത് പ്രകാശിക്കുക തന്നെ ചെയ്യും, അത് അസ്തമിച്ചു പോവുകയില്ല. പാപത്തോട് പോരാടുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ഭാവി, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഭാവി. ഇന്നവിടെ പക്ഷേ കാലുഷ്യമുണ്ടായിരിക്കാം, ഇന്നവിടെ ഭാര്യ ഭർത്താവ് തമ്മിൽ ഭിന്നതയുണ്ടായിരിക്കാം, ഇന്ന് മക്കൾ തോറ്റവരായിരിക്കാം, ഇന്ന് മക്കൾ അനുസരണം കെട്ടുപോയവരായിരിക്കാം, ഇന്ന് മക്കൾ മനസ്വാതന്ത്ര്യമില്ലാത്തവരായിരിക്കാം. എങ്കിലും കരയുന്ന ഒരു അമ്മ അവിടെ ഉണ്ടെങ്കിൽ, കരയുന്ന ഒരു അമ്മ ആ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, ഒരു സൂര്യോദയം ഉണ്ടാകുക തന്നെ ചെയ്യും. ഒരു സൂര്യോദയം ഉണ്ടാകുക തന്നെ ചെയ്യും. കാരണം നമുക്ക് കരയാനാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പനും അമ്മയ്ക്കും ദൈവം കൊടുത്തിരിക്കുന്നതായ യേശു ക്രിസ്തു തന്നിരിക്കുന്ന ഉത്തരവാദിത്തമാണ് തലമുറയെക്കുറിച്ച് കരയുക എന്നുള്ളത്. നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ കരഞ്ഞാൽ വൃഥാവായി പോവില്ല. സൂര്യോദയം പോലെ അത് ഉദിച്ചു വരിക തന്നെ ചെയ്യും. ഇതെല്ലാം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. കാരണം രക്ഷാനിർണയമാണ്. ആത്മാവിൻ്റെ ഭാവി പോലെ തന്നെ നമ്മുടെ കുടുംബത്തിനൊരു ഭാവിയുണ്ട്, നമ്മുടെ മക്കൾക്കൊരു ഭാവിയുണ്ട്, നമ്മുടെ സമാധാനത്തിനൊരു ഭാവിയുണ്ട്, എല്ലാത്തിനും ഒരു ഭാവിയുണ്ട്. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ചല്ലോ, ദൈവത്തിന് സ്തോത്രം. താൻ രക്ഷയിലേക്ക് വന്നല്ലോ. രക്ഷയിലേക്ക് വന്നതിൻ്റെ ശേഷം അദ്ദേഹം അനുഭവിച്ചല്ലോ, തനിക്ക് കരുണ ലഭിച്ചു. നാം മുമ്പ് ഒരിക്കൽ ചിന്തിച്ചതാണ്, എങ്കിലും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ചിന്തിക്കാം. ആ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യം നമുക്കൊരിക്കൽ കൂടെ ചിന്തിക്കാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടാനത്രേ നമുക്കുള്ളത്. തനിക്ക് കരുണ ലഭിച്ചു. എന്താണ് കരുണ? തൻ്റെ മഹാപാപങ്ങൾ ക്ഷമിച്ചു കിട്ടി. മഹാപാപങ്ങൾ ക്ഷമിച്ചു കിട്ടി. കൊലപാതക വ്യാപാരം മുതലുള്ളതായ സകല പാപങ്ങൾ ക്ഷമിച്ചു കിട്ടി. അതാണ് തനിക്ക് കരുണ ലഭിച്ചു. നല്ല ഭദ്രമാണ്. തൻ്റെ ഭാവി ഉറപ്പായ കാര്യമാണിതൊക്കെ. തൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ ക്ഷമിച്ചു കിട്ടി. ദൈവമക്കളെ, പാപക്ഷമയോടുകൂടെ മാത്രമേ ഒരു ക്രൈസ്തവന് ഭാവിയുള്ളൂ. അകൃത്യത്തിൽ ജീവിക്കുന്ന കാലത്ത് ശക്തിപ്പെടുകയില്ല എന്ന് പറയും. അകൃത്യം മാറാതെ ഭാവി ഉണ്ടാവില്ല. പാപം മാറാതെ ഒരു ക്രൈസ്തവന് ഒരു ഭാവിയുമില്ല. ഒരു ക്രൈസ്തവൻ്റെ ഭാവി എന്ന് പറയുന്നത് അവൻ്റെ പാപം മാറുന്നതനുസരിച്ച് മാത്രമേ ഉള്ളൂ. ഭാഗ്യവാനായ അപ്പോസ്തലൻ്റെ പാപം ക്ഷമിച്ചു കിട്ടി. അവിടെയാണ് തൻ്റെ ഭാവി ആരംഭിച്ചത്. വീണ്ടും അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് കൃപ ലഭിച്ചു. എന്താണ് കൃപ എന്ന് പറയുന്നത്? താൻ പാപം കൂടാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു, ഒരു വിശുദ്ധനായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിനുള്ളതായ കൃപ പരിശുദ്ധാത്മാവ് തന്നെ അതിന് ബലപ്പെടുത്തി. പരിശുദ്ധാത്മാവ് അപ്പോസ്തലനെ ഒരു ഭക്തനാകാൻ, ഒരു വിശുദ്ധനാകാൻ ഭാഗ്യവാനായ പൗലോസിനെ ദൈവത്തിൻ്റെ കൃപ കിട്ടി. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന് മറ്റൊന്നുകൂടെ ലഭിച്ചു. 2 കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്ന പോലെ, 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ, ശൂലം പോലെ കുത്തുന്നതായ ഒരു വേദനയുണ്ടായിരുന്നു. ആ വേദനയിലൂടെ ഞാൻ നിഗളിച്ചു പോകാതിരിക്കാനായിട്ട് സാത്താൻ്റെ ദൂതനെ, ആ രോഗമെനിക്ക് നിഗളം വരാതിരിക്കാനായിട്ട് ആ രോഗം എന്നെ സഹായിച്ചു. അപ്പോസ്തലൻ പറയും, പ്രിയപ്പെട്ടവരെ, പാപമോചനം കിട്ടി. പാപം കൂടാതെ ജീവിക്കാനുള്ളതായ, പാപത്തിന് മേൽ ജയം കിട്ടുന്നതായ ജയം കിട്ടി. കഷ്ടതയിൽ തകർന്നു പോകാതെ ആ വേദന തനിക്ക് പാപം കൂടാതെ വിശുദ്ധ ജീവിതത്തിന് തൻ്റെ രോഗം അത് ഏറ്റവും പ്രയോജനകരമാണെന്ന് അപ്പോസ്തലന് മനസ്സിലായി. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. ദൈവമക്കളെ, ഒരു ഭാവിയുണ്ട് കേട്ടോ. ഇളകാത്ത രാജ്യമുണ്ട്. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് കിട്ടിയത്. കിണ്ണം മുതൽ തുരുത്തി വരെ എല്ലാം തൂക്കിയിടാൻ ഉറപ്പുള്ള സ്ഥലത്ത് ഒരാണിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൂടി ഇരുന്ന് പറയണം, നമുക്കൊരാണിയുണ്ട്. അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല, അവൻ അടച്ചാൽ ആരും തുറക്കില്ല. കിണ്ണം മുതൽ തുരുത്തി വരെ നമ്മുടെ മക്കളെയും നമ്മുടെ ഭാരങ്ങളെയും നമ്മുടെ രോഗങ്ങളെയും നമ്മുടെ ദാരിദ്ര്യത്തെയും എല്ലാം ആ ആണിമേൽ തൂക്കിയിടാം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ ആണി നിങ്ങൾക്ക് പിടികിട്ടിയോ? അവനാണ് നസ്രായനായ യേശു.
അവൻ നിങ്ങളുടെ അരികത്തുണ്ട്, അവൻ നമ്മുടെ ചാരത്തുണ്ട്. അവനെ നമുക്ക് ശരണപ്പെടാം. യേശുവേ, എല്ലാം തൂക്കിയിടാനുള്ള ഒരാണി ഉറപ്പായി എൻ്റെ ജീവിതം നിനക്ക് തരുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനി ഞാൻ യേശുവിനായി ജീവിക്കും. ഇനി ഞാൻ യേശുവിനെ വേണ്ടി ജീവിക്കും. ഇനി ഞാൻ യേശുവിനെ നോക്കി ജീവിക്കും. ഇനി യേശുവിനോട് ചേർന്നുള്ളതായ ഒരു ഭാവിക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ.